വിഷമിക്കാതെ മഹാരാജൻ. കിണ്ടിയുടെ വാലിലെ ഈ പ്രതിബന്ധം ഈ ദർഭപുല്ലിനാൽ നാം മാറ്റിക്കൊള്ളാം. അസുര ഗുരുവിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിരിക്കുകയാണ് ഈ നീചനായ വാമനൻ. കൊടും ചതിയാണ് നടക്കാൻ പോകുന്നത്. 3 അടി മണ്ണ് ദാനം നൽകരുത്. ഇല്ല, നമ്മുടെ 56 ദേശങ്ങളും കടലെടുത്താലും മഹാബലി വാക്ക് മാറില്ല. ഹേ വാമനൻ, അങ്ങ് നമ്മുടെ വാഗ്ദത്ത ഭൂമി അളന്നെടുത്താലും ചുവടുകൾ കൊണ്ട് തന്നെ ഭൂമി സ്വർഗ പാതാളങ്ങൾ അളന്നു കഴിഞ്ഞു. 3 അടി മണ്ണാണ് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സത്യം പാലിക്കണം. 3ാമത്തെ ചുവട് നാം എവിടെയാണ് വെക്കേണ്ടത്? ശിരസിൽ വച്ചാലും. അരുത്. നാം ധർമ്മദേവതയാണ്. അരുത് മഹാത്മാവേ. ധർമ്മരക്ഷകനായ അങ്ങ് ധർമ്മച്യുതിക്ക് കാരണമായ സാഹസം കാട്ടരുത്, അധർമ്മം കാട്ടരുത്. മഹാബലി ചക്രവർത്തിയെ ഇല്ലായ്മ ചെയ്യരുത്. ഹേ ധർമ്മദേവതേ, മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമെന്നത് നമ്മുടെ അവതാര ഉദ്ദേശമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അധർമ്മമല്ല, ധർമ്മമാണ്. നമ്മുടെ കർമ്മം നാം നിർവഹിക്കുന്നു.
ധർമ്മദേവതേ, ഭവതിയുടെ കണ്ണുനീർ വീണ് നമ്മുടെ കാലിൽ വ്രണമുണ്ടായിരിക്കുന്നു. വ്രണത്തെ മാറ്റി നമ്മെ രക്ഷിച്ചാലും. സാധ്യമല്ല. അധർമ്മം കണ്ടാൽ കണ്ണീർ പൊഴിക്കണമെന്നത് നമ്മുടെ ധർമ്മമാണ്. അധർമ്മ കണ്ണുനീർ വീണുണ്ടായ വ്രണം മാറ്റാൻ അങ്ങ് ദേവി മധുര മീനാക്ഷിയെ സമീപിച്ചാലും. മധുര മീനാക്ഷി, സർവപ്രഭാ കാന്തിമൂർത്തെ, പ്രസീദ പ്രസീദ. പ്രണാമം വിഷ്ണുദേവ. പ്രണാമം ദേവി. എന്തിനാണ് നമ്മെ സ്മരിച്ചത്? ദേവി, നമ്മുടെ പാദത്തിലെ അർബുദം കാണുന്നില്ലേ? മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ചുന്നതിനു മുമ്പ് ധർമ്മദേവത നമ്മെ സമീപിച്ചിരുന്നു. ഭൂലോകത്താകമാനം ധർമ്മച്യുതി സംഭവിക്കുന്ന സാഹസം കാട്ടരുതെന്ന് ധർമ്മദേവത നമ്മോട് അഭ്യർത്ഥിച്ചു. ദേവി വരദായിനി, അവിടത്തേക്ക് അറിയാമല്ലോ നമ്മുടെ വാമനാവതാര ഉദ്ദേശം നിർവഹിച്ചു തന്നെ തീരണമെന്ന്. നാം നമ്മുടെ ധർമ്മം പാലിച്ചു. അപ്പോൾ ധർമ്മദേവതയുടെ കണ്ണുനീർ നമ്മുടെ പാദത്തിൽ പതിച്ചാണ് ഈ അർബുദം ഉടലെടുത്തിരിക്കുന്നത്. അസഹ്യമായ വേദനയാണ് ദേവി. നാം മനസ്സിലാക്കുന്നു. ധർമ്മദേവതയുടെ ഇടനെഞ്ചു പൊട്ടി ഉറവെടുത്ത രക്തക്കണ്ണീരാണ് അങ്ങയുടെ പാദത്തിൽ പതിച്ചിരിക്കുന്നത്. പ്രപഞ്ചനാശക ശക്തിയുള്ള മിഴിനീരാണ് അതെന്ന് ധരിച്ചാലും അത് മാരക രോഗശക്തിയായി അങ്ങയിൽ പ്രവർത്തിക്കാൻ പോകുന്നു. ദേവി, ധർമ്മദേവതയുടെ ഉപദേശപ്രകാരമാണ് നാം ദേവിയെ തേടി വന്നിരിക്കുന്നത്. ഈ മാരകമായ അർബുദമുണക്കാൻ ദേവിക്ക് മാത്രമേ സാധിക്കൂ. നമ്മെ രോഗവിമുക്തനാക്കിയാലും ദേവി. ലക്ഷ്മിപദേ, ജഗത് രക്ഷക, ദേവ, ഈ മുറിവുണക്കാൻ തക്ക വ്രണവിരോപണ ശക്തിയുള്ള ഒരൗഷധവും നമ്മുടെ പക്കലില്ല എന്ന് അങ്ങ് മനസ്സിലാക്കിയാലും ശക്തി സ്വരൂപിണിയായ നമുക്ക് അതിനുള്ള ശക്തി മാത്രമില്ല എന്ന് അങ്ങ് ധരിച്ചാലും അത് പ്രപഞ്ച നിഗൂഢതയിൽ അധിഷ്ഠിതമായ ഒരു അനിവാര്യതയാണെന്നും നാം അറിയുന്നു. പക്ഷേ മുറിവുണക്കുന്ന കാര്യത്തിൽ നാം നിസ്സഹായയാണ്. പ്രപഞ്ചരക്ഷകനായ നമ്മുടെ എല്ലാ ശ്രദ്ധയും ഈ മുറിവിലും അത് സൃഷ്ടിക്കുന്ന അസ്വസ്ഥതയിലും കേന്ദ്രീകരിച്ചാൽ പ്രപഞ്ചരക്ഷ മുടങ്ങില്ലേ ദേവി? അത് മുടങ്ങാൻ പാടില്ല തന്നെ. അങ്ങ് ശ്രീപരമേശ്വരനെ ദർശിച്ച് പരിഹാരം തേടിയാലും രോഗവിമുക്തി ഉണ്ടാകും. മംഗളം ഭവിക്കട്ടെ. ശ്രീ പരമേശ്വര, സർവശക്ത, മഹാഭിഷക്കുരമൂർത്തെ, മഹാപരിതാപകരമായ അവസ്ഥയിൽ നിന്നും നമ്മെ മുക്തനാക്കിയാലും പ്രപഞ്ചരക്ഷയ്ക്ക് നമ്മെ പ്രാപ്തനാക്കിയാലും. അങ്ങയുടെ അർബുദത്തിന്റെ ഭീകരാവസ്ഥ നാം മനസ്സിലാക്കുന്നു. ഇതൊരു കഠിന വ്യാധിയാണ്. ഭാവിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ വ്യാധിയാൽ പീഡിതരാകാൻ പോകുന്നു, മരണം വരിക്കാൻ പോകുന്നു. ചികിത്സിച്ച് മാറ്റാൻ ഔഷധമില്ലാത്ത വ്യാധിയാണത്. ആശ്വസിച്ചാലും ദേവ, പ്രപഞ്ചരക്ഷകനായ അങ്ങ് ഒരു മഹാരോഗത്താൽ ശിക്ഷിതനാകുന്ന അവസ്ഥ പ്രപഞ്ച നിലനിൽപ്പിന് തന്നെ കൊടിയ ആപത്തായി ഭവിക്കും. അതുണ്ടാകാൻ പാടില്ല. 18 ശിവക്ഷേത്രങ്ങളിൽ ദർശനം പൂർത്തിയാക്കിയ ശേഷം തിരുവെട്ടിയൂരിലെത്തി അവിടുത്തെ വാസുകി തീർത്ഥത്തിൽ ദേഹശുദ്ധി വരുത്തിയ ശേഷം സമീപത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. അർബുദം നിശേഷം മാറി സുഖം പ്രാപിക്കുന്നതായിരിക്കും.
മംഗളം ഭവിക്കട്ടെ. ഓം സർപ്പശ്രേഷ്ഠ വാസുകി വിഷഹര നമസ്തുഭ്യം നമസ്തുഭ്യം നമസ്തുഭ്യം. ഓം സർപ്പശ്രേഷ്ഠ വാസുകി വിഷഹര നമസ്തുഭ്യം നമസ്തുഭ്യം നമസ്തുഭ്യം. ഓം ശ്രീ പരമേശ്വരായ നമഃ. ഓം കൈലാസനാഥായ നമഃ. ഓം വാസുകി കാഹൂളഗണ്ഡസ്ഥലായ നമഃ. ജഗദ്രക്ഷകായ നമഃ. ഓം ശ്രീ പരമേശ്വരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം നീലകണ്ഠായ നമഃ. ഓം കൈലാസനാഥായ നമഃ. ഓം പരമേശ്വരായ നമഃ. നീലകണ്ഠായ നമഃ. ഓം പാർവതീവല്ലഭായ നമഃ. ഓം ജഗദ്രക്ഷകായ നമഃ.
കൈലാസനാഥ, ശ്രീ നീലകണ്ഠ, വിഷഹര, ശ്രേഷ്ഠ ബിഷഗുര, നമ്മുടെ മാറാവ്യാധി പൂർണ്ണമായി നീക്കിയ അങ്ങേക്ക് ശതകോടി പ്രണാമം ദേവ. നാരായണ നാരായണ. പ്രണാമം വൈകുണ്ഠനാഥ, ലക്ഷ്മീകാന്ത, പീതാംബര, പത്മനാഭ, ചക്രപാണി, വന്ദനം. വന്ദനം മഹർഷി നാരദരെ. ഭഗവാനെ, സ്വർഗലോകത്ത് ദേവഗണങ്ങളും മാമുനിമാരും അത്യധികം ആഹ്ലാദത്തിലാണ്. ഈയുള്ളവന്റെ ആവലാതി മാനിച്ച് ദേവകളുടെ ഹിതമറിഞ്ഞ് സുരലോകത്തിന്റെ സ്ഥിതി പരിപാലനത്തിനായി അങ്ങ് ദൈത്യചക്രവർത്തിയായ മഹാബലിയെ വാമനവേഷം പൂണ്ട് പാതാളത്തിലേക്ക് നിഷ്കാസനം ചെയ്തു. അങ്ങയുടെ ഈ സത്പ്രവൃത്തിയെ നാം എങ്ങനെയാണ് ശ്ലാഘിക്കേണ്ടത്? സമസ്ത ദേവതകൾക്കും മാമുനിമാർക്കും വേണ്ടി നാം അങ്ങയോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്ഥിതി പരിപാലനം നമ്മുടെ കർത്തവ്യമാണെന്ന് അറിഞ്ഞാലും നാരദരെ. നാം അതറിയുന്നു ഭഗവാനെ. പക്ഷെ നമുക്കൊരു സങ്കടമുണ്ട്. ഇനിയും എന്താണ് സങ്കടം? ഭഗവാൻ മഹേശ്വരൻ നമ്മുടെ ആവലാതി നിരാകരിച്ചപ്പോഴാണ് നാം അങ്ങയുടെ സവിധത്തിലെത്തി മഹാബലിയെക്കുറിച്ച് ആവലാതി ബോധിപ്പിച്ചത്. നമ്മുടെയും ദേവന്മാരുടെയും ആശങ്ക തിരിച്ചറിഞ്ഞ് താമസം വിന അങ്ങതിന് പരിഹാരവും കണ്ടു. സുരലോകത്തെ ദേവന്മാരുടെ രക്ഷയ്ക്കായി അങ്ങ് ചെയ്ത സത്പ്രവൃത്തിക്ക് മുന്നിൽ ധർമ്മദേവത അന്ധത നടിച്ചു. അങ്ങയുടെ കാലിൽ കൊടിയ അർബുദം ബാധിച്ചു. ധർമ്മദേവത അങ്ങേക്ക് നൽകിയ ശിക്ഷ തീർത്തും കഠിനമായി പോയി ദേവ. അങ്ങ് ചെയ്ത പ്രവൃത്തിയുടെ പൊരുൾ തിരിച്ചറിയാതെ ധർമ്മദേവത അങ്ങയെ ശിക്ഷിച്ചത് അന്യായമായില്ലേ ദേവ? നാരദരെ, ധർമ്മദേവത നമുക്ക് നൽകിയ ശിക്ഷ അന്യായമെന്ന് വീക്ഷിക്കുന്നത് ഉചിതമല്ല. ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ധർമ്മദേവതയുടെ കർത്തവ്യമാണ്. പ്രജാക്ഷേമ തൽപരനായ നീതിയുക്തനായ മഹാബലിയെ ഹേതുമേതുമില്ലാതെ പാതാളത്തിലേക്ക് നാം ചവിട്ടിത്താഴ്ത്തിയത് ന്യായമല്ലെന്നറിയുക. കുടില തന്ത്രത്തിലൂടെ മഹാബലിയെ നിഷ്കാസനം ചെയ്ത നമ്മുടെ പ്രവൃത്തി ധർമ്മത്തിന് കളങ്കം ചാർത്തുന്നത് തന്നെയാണ്. ധർമ്മം ലംഘിക്കുന്നത് ആരായാലും അവരതിന്റെ ശിക്ഷ അനുഭവിക്കണം. ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവേകാൻ ധർമ്മദേവതയ്ക്ക് സാധിക്കില്ല. ധർമ്മദേവതയുടെ ശാപം സർവാത്മന നാം സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ നാം ശാപമോചിതനായിരിക്കുന്നു. അക്കാരണത്താൽ സന്തോഷിക്കുകയാണ് ഇത്തരുണത്തിൽ അഭികാമ്യം നാരദരെ. അങ്ങയുടെ വാക്കുകൾ നമ്മുടെ അജ്ഞത അകറ്റി ഭഗവാനെ. ധർമ്മദേവതയുടെ പ്രവൃത്തിയെ തെറ്റിദ്ധരിച്ചത് അവിവേകമെന്ന് നമുക്ക് ബോധ്യമായി. ധർമ്മദേവതകൾക്ക് മുന്നിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും ദേവന്മാരും ദൈത്യന്മാരും മാനവരുമെന്ന് വിവേചനമില്ലെന്നും നാം അറിയുന്നു. ധർമ്മം വിജയിക്കട്ടെ. അങ്ങയുടെ അജ്ഞത അകന്നു എന്നറിയുന്നതിൽ നാം ആഹ്ലാദിക്കുന്നു. നമുക്ക് അർബുദത്തിൽ നിന്നും മോചനം നൽകിയ വാസുകി തീർത്ഥവും ഈ കാണുന്ന ക്ഷേത്രവും യുഗാന്തരങ്ങളോളം നിലനിൽക്കും. ഇനിമേൽ ഈ ക്ഷേത്രം ദർശിച്ച് പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കൊടിയ അർബുദവും നിശേഷം മാറുന്നതാണ്. നാരായണ നാരായണ. കരുണാവാരിധിയായി അങ്ങയുടെ ഈ അനുഗ്രഹം കാലങ്ങളോളം വാഴ്ത്തപ്പെടട്ടെ. അങ്ങനെ വാമനന് കൊടുത്ത വാക്ക് പാലിക്കാൻ
സ്വന്തം രാജ്യവും ദേഹവും വെടിഞ്ഞ അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. അദ്ദേഹം ജന്മം കൊണ്ട് അസുരനായിരിക്കാം, പക്ഷേ കർമ്മം കൊണ്ട് അതിസ്വാത്വികനായ ഒരു ദേവൻ തന്നെയായിരുന്നു മഹാമുനെ. അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തരുതായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്നു. കൂട്ടരെ, ഭവിതവ്യം ഭവിത്യേവ. സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. ശ്രീപരമേശ്വരന്റെ നിർദ്ദേശാനുസരണം അർബുദരോഗ നിവാരണത്തിനായി ശ്രീ മഹാവിഷ്ണു ദേഹശുദ്ധി നിർവഹിച്ച വാസുകി തീർത്ഥവും സമീപത്തെ ക്ഷേത്രവും തമിഴ്നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. തമിഴ്നാട്ടിൽ രാമനാഥപുരം ജില്ലയിലെ ശിവഗംഗയിൽ തിരുവെട്രിയൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഭാഗംപിരിയാൾ ക്ഷേത്രമാണ് പ്രസ്തുത ക്ഷേത്രം. ശിവഭഗവാനിൽ നിന്നും ഒരിക്കലും ഭാഗം പിരിയാത്ത ശ്രീ പാർവതി ദേവിയെയാണ് ഭാഗം പിരിയാൾ അമ്മ എന്നറിയപ്പെടുന്നത്. ഭാഗം പിരിയാൾ അമ്മയെ ഉപവസിച്ചാൽ ദുഃഖങ്ങൾ അകന്നു മാറി ശോഭനമായ ഭാവിയുണ്ടാകും. ക്യാൻസർ രോഗികളുടെ അഭയകേന്ദ്രമാണ് ഈ ക്ഷേത്രമെന്ന പ്രധാന പ്രത്യേകതയുമുണ്ട്. വാസുകി തീർത്ഥത്തിൽ സ്നാനം നിർവഹിച്ച് ഭാഗം പിരിയാൾ അമ്മയെ ദർശിച്ച് വഴിപാടും പ്രാർത്ഥനയും അനുഷ്ഠിച്ചാൽ എത്ര കഠിനമായ അർബുദത്തിൽ നിന്നും രോഗികൾക്ക് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം.